ഈ ആസിഡ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ആസിഡിന്റെ ക്രിസ്റ്റൽസ് ജോയിന്റ്സിലെല്ലാം അടിഞ്ഞുകൂടി കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാം. അതുപോലെ ഇത് മദ്യപാനികളിലാണ് കൂടുതലായി കണ്ടുവരാറുമുള്ളത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. യൂറിക് ആസിഡ് എങ്ങനെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് മിക്കവർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാകില്ല. ഞാനത് വളരെ ലളിതമായി പറഞ്ഞത്. നമ്മൾ റെഡ് മീറ്റ് ആയിട്ടുള്ള പോർക്കും ബീഫും അതുപോലെ മീനുകളായിട്ടുള്ള മത്തി, കക്ക, അയല, പിന്നെ കൂണും ചീരയും അതുപോലെ അമിതമായിട്ടുള്ള മദ്യപാനത്തിലൂടെ എല്ലാം ശരീരം പ്യൂരിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇവയിൽ നിന്ന് വലിച്ചെടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഭക്ഷണത്തിലൂടെ എല്ലാം കിട്ടുന്ന പ്യൂരിൻ നമ്മുടെ സെല്ലുകൾക്കുള്ള പ്രവർത്തനത്തിലും അതുപോലെ കോഎൻസൈം ആയിട്ടും അതുപോലെ DNA-യുടെയും RNA-യുടെയും ഫോർമേഷനും എല്ലാം സഹായിക്കുന്നതാണ്. ഈ പ്യൂരിൻ ശരീരം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. ഇത് നമ്മുടെ രക്തത്തിൽ ഒരു നിശ്ചിത അളവിൽ ഉണ്ടാകുകയും പിന്നെ അത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുക. യൂറിക് ആസിഡിന്റെ ലെവൽ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് സന്ധികൾക്കിടയിൽ അടിഞ്ഞുകൂടി കഠിനമായിട്ടുള്ള വേദനയ്ക്ക് കാരണമായേക്കാം.